നന്നായി. അഡ്വക്കേറ്റ് മാത്യു നേരുപറമ്പിൽ കക്ഷികളുടെ സൗകര്യാർത്ഥം വീട് മാറുന്നു. പത്രത്തിൽ കൊടുക്കണോ? നീ എന്താ ഒരുമാതിരി രാവിലെ മുതൽ ഊതാൻ തുടങ്ങിയാണല്ലോ. അല്ല, ഈ പ്രമാദമായിട്ടുള്ള കേസൊക്കെ ആവുമ്പോ ഒരുപാട് കക്ഷികളും അതിലേറെ സാക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ. അവരുടെയൊക്കെ ഒരു സൗകര്യം നോക്കുന്നത് നല്ലതാ. അയ്യരുടെ ഓഫീസിനടുത്തേക്ക് താമസം മാറ്റുന്നത് പിന്നെ വളരെ നല്ലതാ. എനിക്ക് മനസ്സിലായടാ നീ പറയുന്നതിന്റെ അർത്ഥം. ഞാൻ ആകെ മാറിപ്പോയെന്നല്ലേ? നീ അല്ലേടാ എന്നെ അയ്യരുടെ അടുത്ത് കൊണ്ടാക്കിയത്. മാത്യു നേരുപറമ്പിൽ പ്രശസ്തനായ ഒരു വക്കീലാണോ എന്ന് എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതും നീ. പിന്നെ നിന്റെ സൗകര്യത്തിനും കൂടി അല്ലേ ഞാൻ വീട് മാറുന്നത്. നിന്റെ അച്ഛനും അമ്മയും പെങ്ങളും വന്നാൽ എല്ലാവർക്കും കൂടെ താമസിക്കാൻ ഇവിടെ സൗകര്യം ഉണ്ടോ? ഞാൻ താമസം മാറുന്നോണ്ട് അഡ്വക്കേറ്റ് മാത്യു ഇവിടെ നിന്ന് പോവോടാ. ഞാനൊന്നും ആലോചിക്കാതെ പറഞ്ഞു പോയതാ. പെട്ടെന്ന് നീ പോണ ടെൻഷനില്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഇങ്ങനെ ലോജിക് ഇല്ലാതെ ആലോചിക്കരുത്. നേരത്തിന് ബസ് സ്റ്റാൻഡിലെത്തണം. അവര് രാവിലത്തെ ബസ്സിനല്ലേ വരുന്നത്. എനിക്ക് നിങ്ങളെ പോലെ 2 മക്കളെ മതിയായിരുന്നു. മാത്യു താമസം മാറ്റിയത് നന്നായി. അവൻ കണ്ടറിഞ്ഞ് നാരായണനെ സഹായിച്ചത് നല്ലവനാ. തിരുവനന്തപുരം പട്ടണത്തില് പെട്ടെന്നൊരു വീട് സംഘടിപ്പിക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കേ വേണ്ട. നിർത്ത്. വണ്ടി എടുക്കും. ആരാടി ഓട്ടോ സാർ? റോഡിലെ സവാരി ഇറങ്ങണേ സാർ. അവിടെ ഒരു കുട്ടിക്ക് ആക്സിഡന്റ് ആയി സാർ. അത് നോക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. നീ നിയമം കയ്യിലെടുക്കണ്ട. നിയമം ഒന്നും കയ്യിലെടുക്കുന്നില്ല. അത് സാറിനെ പോലുള്ളവർ കാലെടുത്ത് തട്ടി കളിക്കാനുള്ളതല്ലേ. ആവശ്യം അദ്ദേഹത്തോട് കുട്ടി പൊയ്ക്കോ. ഇവന്റെ ബലത്തിലാണ് നീ കാണിക്കണം. ഹലോ ഹലോ എക്സ്ക്യൂസ് മീ സർ. സർ പ്ലീസ്. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. താങ്ക് യു സർ. താങ്ക് യു. ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. കാഷ്വാലിറ്റി എവിടെയാ? അവിടെ. ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ചിട്ടാണോ പ്രൊസീജിയർ? വാട്ട് ദ ബ്ലഡി ഹെൽ ബിഹേവ് യുവർസെൽഫ്. എന്താ ഇത് സർ? താനോ? എന്തിലും സംയമനം പാലിക്കുന്ന താനാണോ ഇത്? എന്തു പറ്റിയടോ തനിക്ക്? സാർ, ചില നേരത്തെ ചിലതൊക്കെ കാണുമ്പോ സമനില തെറ്റിപ്പോകുന്നു സാർ. ജീവന്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാരാ. ഞങ്ങളെ പോലുള്ളവർ അതൊക്കെ മനസ്സിലാക്കുന്നത് ചാകാൻ നേരത്തെ. ഇത്തിരി മനുഷ്യത്വം, മാനുഷിക മൂല്യം സാർ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കണം സാർ. സാർ ഫോർമാലിറ്റി. ഒരു കുഞ്ഞിന്റെ ജീവനേക്ക് അവരുടെ എന്ത് പുണ്യാക്കി സാർ. ഡോക്ടർ പ്ലീസ്. ഉറുമ്പ് മുതൽ ആന വരെയുള്ള കരജീവികൾ, കൊഞ്ചു മുതൽ തിമിംഗലം വരെയുള്ള ജലജീവികൾ, കുരുവി മുതൽ കഴുകൻ വരെയുള്ള പറവകൾ, എന്തിന് ഈയാമ്പാറ്റകളെയും ചിത്രശലഭത്തെയും വരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം. എന്റെ മാത്യു, നിയമമൊക്കെ കൊള്ളാം. പക്ഷെ അതിന്റെ തണലിൽ ഇവിടെ കുറെ സമിതികള്. ആനയുടെ വാലി പിടിച്ച കേസ്, ആനയെ റോഡിലൂടെ നടത്തിച്ച കേസ്, ഇനിയിപ്പോ നടത്തിക്കണ്ടെന്ന് വിചാരിച്ച് കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ്. അല്ല, എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കുക. ഇവന്മാരൊക്കെ തന്നെ ദിവസവും 100 കണക്കിന് ആടുപാടുകളെ കോഴിയൊക്കെ വെട്ടിച്ചുട്ട് തിന്നുന്നില്ലേ? ഒരു മനുഷ്യനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് ചോദിക്കാൻ ഇവിടെ ഒരു സമിതിയില്ല, പുണ്ണാക്കില്ല. ഒരു പോലീസുകാരൻ ഒരു സാധാരണക്കാരനോട് എന്ന് തിരുത്തി പറയണം. ചന്ദ്രൻ നിന്നോടുള്ള ദേഷ്യം തീർത്താണ്. എന്റെ മാത്യു ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നാരായണ, അച്ഛനും അമ്മയൊക്കെ വന്നോ? അയ്യോ,
അയ്യോ അയ്യോ. നീ നാട് നന്നാക്കാൻ അവതാരം എടുത്തതന്നല്ലേ? ഞങ്ങളെ നോക്കാൻ നിനക്കെവിടാ നേരം? ഏട്ടാ, ആക്സിഡന്റ് പെട്ട കുട്ടിക്ക് സീരിയസ് ആണോ? അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുഴപ്പമില്ല. ആ ഇനിയും കഥ മുഴുവൻ നമ്മുടെ വിസ്തരിച്ചു കൊടുക്കേ. അല്ല പിന്നെ വഴിയറിയാത്ത നാടാ. ഞങ്ങളുടെ കാര്യം പോട്ടെ, പ്രായം വന്നൊരു പെണ്ണ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ ഓർത്തോ? ഓ ക്ഷമിച്ചു കള. അവള് തുടങ്ങി. അവക്കിനി നാരായണൻകുട്ടിയെ 10 പറഞ്ഞാലേ തൃപ്തിയാവും. പെറ്റ തള്ളയ്ക്ക് മക്കളെ ചൊല്ലി നോവുണ്ടാവൂ. മാത്യു, എന്തായാലും ആ അയ്യരുടെ കൂടെ കൂടിയത് നന്നായി. ആള് ബുദ്ധിരാക്ഷസനാ. ഇവിടത്തെ പോലീസ് എങ്ങനെ? ഇതിപ്പോ പഴയ മാത്യു ഒന്നും അല്ല. നിങ്ങളൊക്കെ എന്താ കരുതിയത്? കാക്കിക്കുപ്പായത്തിന്റെ നിഴല് കാണുമ്പം നിന്ന നിപ്പി മൂത്രമൊഴിക്കുന്ന വക്കീലാണ് മാത്യു നേരുപറമ്പിലെന്നും. നാരായണൻകുട്ടി വന്നേ പിന്നെ അതൊക്കെ മാറി. ഇപ്പൊ പോലീസുകാരെ കൂട്ടിക്കയറ്റി നിർത്തി വേണമെങ്കിൽ മൂത്രം കുടിപ്പിക്കും. ഒന്ന് പറഞ്ഞു കൊടുക്കാം. മാത്യു, നീ ഇവരെ കൂടെ ഒന്ന് നേരെയാക്ക്. ഏട്ടൻ എന്താ ഇപ്പൊ ഒരു വളവ്? അമ്മ പറഞ്ഞത് കത്തിയില്ലല്ലേ? സ്വന്തം ജീവിതം നായ നക്കി പോവരുതെന്ന് അല്ലേ അമ്മേ? മിസ്റ്റർ നാരായണൻകുട്ടി ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? മിനിമം ഡൊണേഷൻ 25,000 റുപ്പീസ് ഉണ്ട്. കൂടുതൽ തരുന്നവരുമുണ്ട്. 25,000 രൂപയോ? നഴ്സറി അഡ്മിഷന് വരെ ഇതിൽ കൂടുതൽ റേറ്റ് ഉണ്ടല്ലോ. എനിവേ മിസ്റ്റർ നാരായണൻകുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ കൺസെഷൻ കൊടുക്കണമെന്ന് കമ്മിറ്റിയോട് സാങ്ഷൻ വാങ്ങിയിട്ടുണ്ട്. 10,000 അടച്ചാൽ മതി. ഇല്ല, ക്യാഷ് റെഡി അല്ലെങ്കിൽ നാളെ കിട്ടിയാലും മതി. നാരായണൻകുട്ടിയെ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നോ 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 നോ. എടുക്കടി കയ്യേ. വക്കാലത്ത് നാരായണൻകുട്ടിയെ നിങ്ങൾക്ക് ശരിക്കറിയില്ല. ഒരു നയ പൈസ തരില്ല ഞാൻ. വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട സീറ്റാണ്. അതിനെന്തിന് ഡൊണേഷൻ? പിന്നീട് എന്തൊരു നേഷൻ ഇത്? ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ നാരായണൻകുട്ടിയെ കിട്ടില്ല. സമ്മതിക്കില്ല ഞാൻ. പ്ലീസ്. നോ. എങ്കിൽ നോ അഡ്മിഷൻ. അവർ പണം നിന്നോട് ചോദിച്ചതിന് ഇപ്പൊ തെളിവില്ല. നീ പണം അടച്ച് രസീത് വാങ്ങിക്ക്. നിയമപരമായി നമുക്ക് അവരെ തോൽപ്പിക്കാം. തോൽപ്പിക്കണം. എന്റെ മാത്യു നമ്മുടെ വിദ്യാഭ്യാസ രംഗമാകെ കുത്തഴിഞ്ഞു കിടക്കില്ലേ? കുത്തഴിഞ്ഞു കിടക്കുന്നതൊക്കെ നീ വീണ്ടും കൂട്ടിക്കെട്ടിക്കൊള്ളൂ എങ്ങനെ വേണമെങ്കിലും. ബട്ട് മാത്യു എങ്ങനെ ഈ കേസ് ഏറ്റെടുക്കും? ആ കോളേജ് മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസറായിട്ട് അവർ മാത്യുവിനെയാണല്ലോ കണ്ടിരിക്കുന്നത്. തീരുമാനവും എടുത്തു കഴിഞ്ഞു. ഇനി മാത്യു ഒന്ന് സമ്മതം മൂളിയാ മതി. നീ ആ വിവരം നാരായണൻകുട്ടിയോട് പറഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. ഐ എം വെരി വെരി സോറി. ഞാനത് നിന്നോട് പറഞ്ഞില്ല, വിട്ടുപോയി. നമ്മുടെ എക്സ് മിനിസ്റ്റർ ശശീറ കുറുപ്പിന്റെ സണ്ണിലയുടെ ഫാദറാണ് കോളേജിന്റെ ട്രസ്റ്റി. ആ നാരായണൻകുട്ടി കാപ്പുടിച്ചിട്ട് പോയാ മതി. നോ താങ്ക് യു. അയ്യർ സാറ് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു. ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ആരുടെയും വക്കാലത്ത് ആവശ്യമില്ല എന്റെ സ്വാമി. LKG മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് അഴിമതി. എന്തിന് LKG ആക്കണം? തള്ള പ്രസവിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കാനുള്ള ഡേറ്റുമായിട്ട് ഒത്തു നോക്കണം, അല്ലെങ്കിൽ കൊച്ചിന്റെ 1 വർഷം പോകും. നഴ്സറി ക്ലാസ്സിൽ ചേർക്കുമ്പോ കുട്ടികളെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്നത് തന്തയും തള്ളയാ. ബക്രാനങ്ങളുടെ നീളമത്ര, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം, ഇന്ത്യയുടെ 8ാമത്തെ പ്രധാനമന്ത്രി ആര്? ഓ, ഇതൊക്കെ തന്തയും തള്ളയെ അറിഞ്ഞിരുന്നാലേ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റൂ. മാതൃഭാഷയിൽ സംസാരിച്ചതിന് പിഴ കൊടുക്കേണ്ടി വന്നിട്ടുള്ള സ്കൂളുകളുണ്ട് ഇവിടെ. അല്ല, അങ്ങനെ കൊടുക്കണമല്ലോ. എന്നാലല്ലേ നമ്മുടെ ഭാവി തലമുറ എനിക്ക് മലയാളം കുറച്ച് അറിയുന്ന സംസാരിക്കുള്ളൂ. പിന്നെ പിരിവ്, എന്തെല്ലാം രീതിയിലാണ് ഇവിടെ പണപ്പിരിവ്. സംഭാവന, ബിൽഡിംഗ് ഫണ്ട്, ഫർണിച്ചർ ഫണ്ട്, ബാത്റൂം കൺസ്ട്രക്ഷൻ ഫണ്ട്. എന്റെ സഹോദരിക്ക് വേണ്ടി വിദ്യാനികേതൻ കോളേജിൽ അഡ്മിഷന് പോയപ്പോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് 10,000 രൂപയാ. അതിന് തെളിവ് വല്ലതുമുണ്ടോ മിസ്റ്റർ നാരായണൻകുട്ടി? ഉണ്ട് സാർ. പണം അടച്ചതിന്റെ റെസിപ്റ്റ്. എന്തേ പാവപ്പെട്ടവർക്കൂടെ പഠിക്കണ്ടേ? പക്ഷെ സർക്കാർ കോളേജുകളിൽ പണപ്പിരിവില്ലല്ലോ, അവിടെ പഠിപ്പിക്കാമായിരുന്നില്ലേ? എന്റെ സഹോദരി 1ാം വർഷം ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ഇല്ല. ഇവിടെ പാഠ്യ പദ്ധതിയിൽ 100,000 വിഷയങ്ങൾ ഉണ്ടാക്കി അത് ഗ്രൂപ്പ് തിരിച്ച് ഇവിടുത്തെ പ്രൈവറ്റ് കോളേജുകൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയല്ലേ സർക്കാർ, അഴിമതിക്ക് കൂടുതൽ വകുപ്പുണ്ടാക്കാൻ. അല്ല, സംഭാവന എന്നാൽ സ്വന്തം താല്പര്യത്തോടെ സ്വമേധയാ കൊടുക്കുന്ന ഒന്നല്ലേ? അതെങ്ങനെ നിയമവിരുദ്ധമാണെന്ന് പറയും? സംഭാവന എന്നൊരു ഓമന പേരിട്ടിട്ട് ഈ പിടിച്ചു പറയെ, ഈ പകൽക്കൊള്ളയെ നിയമവിരുദ്ധമല്ല എന്നാക്കി തീർക്കാനുള്ള നിങ്ങളുടെ വ്യാഖ്യാനം കൊള്ളാം. നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനവും ഇല്ല. ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുക. ഇതൊക്കെയാണോ സാർ നിങ്ങളുടെ പത്രധർമ്മം? തന്റെ ഏട്ടന് 10,000 രൂപ തിരിച്ചു കൊടുക്കാം, പലിശ സഹിതം. ബട്ട് ഓൺ വൺ കണ്ടീഷൻ. നിവേദിത TC വാങ്ങി പോകണം. അവൾ എന്തിനെങ്ങനെ കിടന്ന് മൂങ്ങുന്നത്? ഇവിടെ ആരും ചത്തില്ലല്ലോ. ഒരു നല്ല കാര്യം ചെയ്യാൻ നാട്ടുകാരോ സമ്മതിക്കില്ല, വീട്ടുകാരെങ്കിലും. മതിയടാ, നിന്റെ ന്യായവാദം മതി. എനിക്ക് കേൾക്കണ്ട. നീ കിടന്ന് തുള്ളുന്ന എന്തിനാണെന്ന് എനിക്കറിയാവടാ. 10,000 രൂപ അവക്ക് വേണ്ടി നീ എണ്ണിക്കൊടുത്തതിന്റെ എണ്ണമാണെങ്കിൽ ഇന്നാടാ. എന്തായി കാണിക്കുന്നത്? നിങ്ങൾ എല്ലാരും കൂടി എന്നെ തീ തീറ്റിക്കരുത്. കൊള്ളുന്നുണ്ടല്ലേ മക്കളെ? ഒരു കുടുംബം സംരക്ഷിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമില്ല.
കണ്ട അണ്ടനെ അടപടനും കേസിൽ കുടുങ്ങിയ രക്ഷിക്കുന്നതിന് നീ ചിലപ്പോ കിടപ്പാടം വരെ വിൽക്കാൻ തയ്യാറാവും. സ്വന്തം പെങ്ങളുടെ കാര്യത്തിലാവുമ്പോ സഹിക്കുന്നില്ലല്ലേ? ആരുടെയും മനസ്സ് നോവിക്കാൻ വേണ്ടിട്ടല്ലോ, നല്ലത് ആഗ്രഹിച്ചിട്ട് തന്നെയാ ഇതൊക്കെ ഇങ്ങനെ. പക്ഷെ തെറ്റായി പോയിന്ന് ഇപ്പൊ അമ്മയും